ചരിത്രത്തിൻ്റെ ഏടുകളിൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനുഷ്യത്വത്തോടുള്ള അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷ്യമായി തിളങ്ങുന്നു. നബിയുടെ ശ്രേഷ്ഠമായ സ്വഭാവം ഉൾക്കൊള്ളുന്ന എണ്ണമറ്റ അനുഭവ കഥകൾ ഇന്നത്തെ തലമുറക്ക് സന്മാർഗത്തിലേക്കുള്ള വഴികാട്ടിയായി വേറിട്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദ്യരായ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, അന്ധകാരത്തിലാഴ്ന്നുപോയ ജനതയ്ക്ക് മുന്നിൽ നേരിൻ്റെയും നന്മയുടെയും വെളിച്ചം തുറന്നുകൊണ്ട് ഭൂജാതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നേടുന്നെടുത്തൊരേട് ഈ വിനീതൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് കരയുന്ന ഒട്ടകം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയിൽ ഒരാളെ കാണാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മദീനയുടെ നിരത്തിലൂടെ നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പഴ തോട്ടത്തിനടുത്തെത്തി. അദ്ദേഹം തോട്ടത്തിലേക്ക് കടന്നു. അവിടെ ഒരു മരച്ചുവട്ടിൽ ഒരു മനുഷ്യൻ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. നബിയുടെ സഹാബികൾ അവിടെ എവിടെയായി നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദയനീയമായ ശബ്ദം നബിയുടെ കാതിലെത്തി. അദ്ദേഹം ചുറ്റും നോക്കി. അതാ ഒരു മരച്ചുവട്ടിൽ കെട്ടിയിട്ട ഒട്ടകം. ആ ഒട്ടകം ദയനീയമായ ശബ്ദം പുറപ്പെടുവിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തെ കെട്ടിയിട്ട സ്ഥലത്തെത്തി. വലിയ കണ്ണീർ കണങ്ങൾ പൊഴിച്ചുകൊണ്ട് ആ പാവമൊട്ടകം കരയുന്നതായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. നബി തിരുമേനിക്ക് ആ സാധുജീവിയോട് വല്ലാത്ത അലിവ് തോന്നി. ഒട്ടകം വളരെ മെലിഞ്ഞിരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു. ആരാണ് ഈ ഒട്ടകത്തിനുടമസ്ഥൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ചോദിച്ചു. ഞാനാണ് നബിയെ, മരച്ചുവട്ടിലിരുന്ന മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾ ഈ ഒട്ടകത്തിനോട് വല്ലാത്ത ക്രൂരത കാണിച്ചല്ലോ. കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് വേണ്ട പോലെ ഭക്ഷണവും വെള്ളവും നിങ്ങൾ ഇതിന് കൊടുക്കുന്നില്ലല്ലോ. ഇത് കേട്ട ഉടമസ്ഥന് ലജ്ജ തോന്നി തുടങ്ങി. അള്ളാഹു നിങ്ങളെ ഒട്ടകത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് നന്നായി സംരക്ഷിച്ച് അതിനു പകരം ഭാരം ചുമക്കാനാണ്. പ്രവാചകന്റെ ഈ വിസ്താരം ആ മനുഷ്യനിൽ കുറ്റബോധമുണ്ടാക്കി. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയ നബിയെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് ഞാൻ കരുണ കാണിക്കേണ്ടതായിരുന്നു. ഈ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടിയും വിലപ്പെട്ടതാണ്. ഒന്നിനെയും നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കരുത്. അത് അവരിൽ വിഷമമുണ്ടാക്കും. അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വളരെ വിഷമമുണ്ടാക്കും. സത്യവും അസത്യവും ഘോരമേറ്റുമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളായ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ പാഠം ഉൾക്കൊണ്ട് എല്ലാവരോടും കരുണയുള്ളവരായിരിക്കാം. അള്ളാഹു നമ്മളെല്ലാവരും സൽപാതയിൽ നയിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എല്ലാ കഥക്കും ഒരു ഗുണപാഠവും ഉണ്ടാകും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധതയുടെ അംഗീകാരം. മഹാനായ അലി അബൂബക്കർ അൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുന്ന കാലം. അദ്ദേഹത്തിന് ഒരു ദിവസം കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കയ്യിലാണെങ്കിൽ നയാ പൈസ പോലുമില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് വയലിൽ നിന്ന് ഒരു പട്ടുകൊണ്ട് നിർമ്മിച്ച സഞ്ചി ലഭിച്ചു. അതിൻ്റെ ഉള്ളിൽ മറ്റൊരു പട്ടുസഞ്ചി, അതിൻ്റെ ഉള്ളിലായി വെട്ടിത്തിളങ്ങുന്ന മുത്തുമാല. അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. തിരിച്ചു അങ്ങാടിയിൽ വന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ കയ്യിൽ 500 ദിനാറും പിടിച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുത്തുമാല എനിക്ക് തിരിച്ചു തന്നാൽ അവർക്ക് ഞാൻ ഈ 500 ദിനാറും നൽകുന്നതാണ്. അത് കേട്ട ബാഗ്ദാദി അവരെയും വിളിച്ചു വീട്ടിലേക്ക് പുറപ്പെട്ടു. മാലയുടെയും സഞ്ചിയുടെയും അടയാളം അവർ കൃത്യമായി പറഞ്ഞു. അദ്ദേഹം മാലയെടുത്ത് അവർക്ക് കൈമാറി. അതിനു പകരമായി അവർ ബാഗ്ദാദിക്ക് 500 ദിനാറും നൽകി. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. വയലിൽ നിന്ന് കിട്ടിയ ഒരു വസ്തു ഉടമക്ക് തിരിച്ചു കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. അവർ കുറെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അവസാനം അവർ അവിടെ നിന്ന് പിരിഞ്ഞു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ബാഗ്ദാദി കപ്പൽ മാർഗത്തിലൂടെ മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയായിരുന്നു. പെട്ടെന്ന് കാറ്റും കോളും വന്ന്
യാത്ര ചെയ്യുന്ന കപ്പൽ തകർന്നു. കപ്പലിലുള്ള എല്ലാവരും മരിച്ചു. പക്ഷേ ബാഗ്ദാദി കപ്പലിലുള്ള ഒരു മരക്കഷ്ണത്തിൽ അള്ളിപ്പിടിച്ചു നീന്തി നീന്തി മറുകര പറ്റി. അവിടെയുള്ള ഒരു പള്ളിയിൽ ചെന്ന് ഖുർആനിൽ മുഴുകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ട ആളുകൾ അവരെയും ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഖിറാഅത്തിന്റെ കൂടെ എഴുത്തും വായനയും അറിയാമെന്ന് മനസ്സിലാക്കി അതും പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ദ്വീപിൽ അധ്യാപനം നടത്തി ജീവിച്ചു. ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ വന്ന് ആ കൂട്ടത്തിലുള്ള ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ സമ്മതിച്ചില്ലെങ്കിലും അവസാനം വിവാഹത്തിന് നിർബന്ധിതരായി. വിവാഹ ദിവസം മണവാട്ടിയുടെ കഴുത്തിൽ കടന്ന മുത്തുമാല കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. തനിക്ക് വയലിൽ നിന്ന് കിട്ടി തിരിച്ചു കൊടുത്ത അതേ മുത്തുമാല. അദ്ദേഹം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ട നാട്ടുകാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ മുത്തുമാലയിലേക്ക് തന്നെ നോക്കുന്നത്? മണവാട്ടിയെ നോക്കുന്നേ ഇല്ലല്ലോ. അത് കേട്ട ബാഗ്ദാദി ആ മാലയുടെ പിന്നിലുള്ള കഥ പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലാനും തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കുട്ടിയുടെ ഉപ്പക്കാണ് ഞങ്ങളെന്ന് മുത്തുമാല തിരിച്ചു നൽകിയത്. ഈ മുത്തുമാല തിരിച്ചു നൽകിയ വ്യക്തിയെ പോലെ ഒരു നല്ല മുസ്ലിം ഈ ലോകത്തില്ല എന്നും അവർ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. അതിനുശേഷം അള്ളാഹുവേ, നീ എൻ്റെ മകളെയും അവരെയും ഒരുമിച്ച് കൂട്ടണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞു. നല്ല നിലയിൽ ജയിച്ചു. അവർക്ക് 2 കുട്ടികളും പിറന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? സത്യസന്ധത എവിടെയും വിജയിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മലയാളി വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF UAE കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന നാഷണൽ സർഗലം വേദിയിലാണല്ലോ നാം ഉള്ളത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ ഷാമിൽ നിന്നും മദീനയിലേക്ക് പോകുകയായിരുന്നു. വഴിയിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരു ഉമ്മ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പരാതി പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരിക്കും ഉമ്മ എന്നെ പറ്റി പരാതി പറയുന്നത്? ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാം. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഖലീഫ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഉമ്മാക്ക് അറിയില്ല ട്ടോ, തന്നോട് ചോദിക്കുന്നത് ശരിക്കുള്ള അമീറുൽ മുഅ്മിനീനാണെന്ന്. ഉമ്മ പറഞ്ഞു, ലാ ജസാഅല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു ഗുണം വരാതിരിക്കട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഉമ്മ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഉമ്മ പറഞ്ഞു, മോനെ, ഉമർ അധികാരത്തിൽ വന്നതിനു ശേഷം എനിക്ക് ഒരു 5 പൈസയുടെ സഹായം ലഭിച്ചിട്ടില്ല. ഉമർ തങ്ങൾ വിഷമത്തോടെ ചോദിച്ചു, ഉമ്മ, അങ്ങ് മദീനയിൽ ഭരണം നടത്തുന്ന ഉമറിനെ എങ്ങനെയാണ് ഇത്രയും ദൂരത്ത് ഒരു കൊച്ചു കൂരയിൽ ഇങ്ങനെ ഒരു ഉമ്മ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുക? അതുകൊണ്ട് ആ ഉമറിനെ ശപിക്കരുത് കേട്ടോ. ഉമ്മ പറഞ്ഞു, അത്ഭുതം തന്നെ. ഉമറിന്റെ അധികാര പരിധിയിൽ ഇരിക്കുന്നവരുടെ വിഷമം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉമർ ഭരണം നടത്തുന്നത്? ഉമർ തങ്ങൾക്ക് വിഷമമായി. ഉമർ തങ്ങൾ ചോദിച്ചു, ഉമ്മ, 5 വർഷമായി ഉമർ എന്നിവരുടെ ഭരണകാലത്ത് ലഭിക്കാനുള്ള സഹായത്തിന് പകരമായി ഞാൻ 25 സ്വർണ്ണ ദീനാർ നൽകിയാൽ നിങ്ങൾ ആ ഉമറിനെ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? എത്രയാണ് 25 സ്വർണ്ണ ദീനാർ? ഇത് കേട്ടപ്പോൾ ആ ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാം.
ഈ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന വാക്ക് കേട്ടപ്പോഴേക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. തൻ്റെ കൈകൾ തള്ളി വെച്ചു ഇങ്ങനെ പറഞ്ഞു, യാ വൈലത്താ, യാ വൈലത്താ, എൻ്റെ നാശമേ, എൻ്റെ നാശമേ. ഉമർ എന്നിവരുടെ മുഖത്ത് നോക്കി ഞാൻ ശപിച്ചു കളഞ്ഞല്ലോ, അത് മോശമായി പോയല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭയപ്പെടേണ്ട ഉമ്മ, ഭയപ്പെടേണ്ട. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഉമറിനെ പറ്റി നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയരുത് കേട്ടോ. ഇങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ പരാതി പരിഹരിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അതിനു പരിഹാരം കാണേണ്ടത് ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആ മഹാന്മാരുടെ കൂടെ നമ്മളെയും അവന്റെ ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. മനുഷ്യനുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ ഉമ്മമാരിൽ നിന്നോ ഉമ്മുമ്മമാരിൽ നിന്നോ കഥകൾ കേട്ടും ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം, അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠമുണ്ട്. ബദർ, ഇതിഹാസങ്ങളുടെ രണഭൂമി. ആയുധങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് ശത്രു സൈന്യവും. മുസ്ലിം സൈന്യത്തിന് നേതാവാരാ? അഷ്റഫുൽ ഹലക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്ത് ചെയ്തുനോ? എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അണികളുടെ സഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സഫ് ശരിയാണെന്നു, പക്ഷെ ഒരാൾ മാത്രം സഫ് തെറ്റിച്ചു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സഹോദരൻ. നബി എന്ത് ചെയ്തുന്നോ? വടിയെടുത്ത് സഹോദരൻ ഒറ്റ തട്ട് എന്നിട്ട് സഫ് ശരിയാ നിൽക്കാൻ കളിപ്പിച്ചു. സഹോദരൻ അല്പം വേദനിച്ചു. സഹോദരൻ സങ്കടത്തോടെ നബിയോട് പറഞ്ഞു, നബി, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് തന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? സ്വഹാബികൾ ഉൾക്കൊണ്ടാറായി. അപ്പോൾ നമ്മുടെ ശാന്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടിയെടുത്ത് സഹോദരൻ ഉദരത്തിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സഹോദരൻ പരാതി. നബി, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പുറത്തപ്പെട്ട് തന്നെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സ്വഹാബികളുടെ മുഖം ചുവന്നു തൊടുത്തു. കൂട്ടത്തിൽ കേമനായ ഉമർ ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ വാളിലേക്ക് കുതിച്ചു. അപ്പോൾ നമ്മുടെ ശാന്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. അപ്പോൾ സഹോദരൻ റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു, നാദാ, ഞാൻ എന്തൊരു പാപിയാണ്, നബിയോട് പ്രതികാരം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നബിയെ കെട്ടിപ്പിടിച്ച് ചുമനത്തോടെ ചുമനോ. ഇതപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത് സവാദ്, എന്താണ് കാണിക്കുന്നത്? അപ്പോൾ സഹോദരൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അങ്ങേ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അങ്ങ് എന്നോട് പൊറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി സഹോദരൻ റളിയല്ലാഹു അൻഹുക്ക് പ്രാർത്ഥിച്ചു. ഇത് കണ്ടപ്പോൾ സ്വഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു. അതേപോലെ നമുക്ക് നമ്മളെ മുത്ത് നബിയെ സ്നേഹിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് ഒറ്റപ്പെട്ടവർ. കാർ ആ വലിയ കെട്ടിടത്തിന് മുന്നിൽ നിർത്തി. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു വൃദ്ധനും ഇറങ്ങി വരുന്നുണ്ട്. വൃദ്ധനെ നമുക്ക് മുത്തശ്ശൻ എന്ന് വിളിക്കാം, അതാണ് നമുക്കെല്ലാവർക്കും ഉചിതം. അവർക്ക് രണ്ടുപേർക്കും അവിടെ ആകെയെല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ വലിയ മുറ്റവും പൂന്തോട്ടവും താമരക്കുളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി നിൽക്കെ റിസപ്ഷനിസ്റ്റിനരികിലേക്ക് ചെറുപ്പക്കാരൻ നടന്നു. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, പേരെന്താ, വയസ്സെത്ര? അപ്പോൾ ചെറുപ്പക്കാരൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, ആ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ. പേര് രാമൻകുട്ടി, വയസ്സ് 75. അച്ഛനെ നോക്കാൻ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഞങ്ങൾ ദൂരെ അങ്ങ് ദുബായിലാണ് താമസിക്കുന്നത്. പോരാനിട്ട് അച്ഛന് അവിടെയൊന്നും ശരിയാവുകയും ചെയ്യില്ല. അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെയുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന ഇവിടെ ആകുമ്പോൾ എല്ലാവരോടും മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ. ഇതൊക്കെ ശരിയാണെന്ന ഭാവത്തിൽ റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് തരം മുറിയാണ് വേണ്ടത്, എന്ത് ഭക്ഷണമാണ് കഴിക്കുക? അപ്പോൾ മറുപടിയായി ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ഛന് വലിയൊരു മുറി തന്നെ ആയിക്കൊള്ളൂ. AC-യും ഫാനും TV-യും ഒക്കെയുള്ള ഒരു വലിയ മുറി തന്നെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഇഷ്ടമുള്ളത് എന്തും കൊടുത്തോളൂ, പൈസ ഞാൻ മാസത്തിൽ അയച്ചു തരാം. ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ബാക്കി സാധനങ്ങൾ എടുക്കാൻ കാറിലേക്ക് ചെറുപ്പക്കാരൻ നടന്നു. ഈ സമയം ഇതൊന്നും അറിയാത്ത പാവം മുത്തശ്ശൻ എല്ലാം നോക്കി നിൽക്കെ ഒരു ഫാദർ ആ വലിയ കെട്ടിടത്തിനു മുന്നിലൂടെ നടന്നു. ഫാദർ ആയിരുന്നു ഇതിൻ്റെ ഓണർ. ഫാദർ അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞും നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ചെറുപ്പക്കാരൻ ഇതൊക്കെ കാണുന്നുമുണ്ടായിരുന്നു. അച്ഛൻ ഇതൊക്കെ നോക്കി നിൽക്കെ ഫാദർ അവിടെ നിന്ന് കടന്നുപോയി. സാധനങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ചെറുപ്പക്കാരൻ ഫാദറിനരികിലേക്ക് വന്നുകൊണ്ട് ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെയാണ് എൻ്റെ അച്ഛനെ അറിയുന്നത്? അപ്പോൾ ഫാദർ മറുപടിയായി പറഞ്ഞു, അതോ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നൊരു ചെറിയ ബാലനെ അദ്ദേഹം ദത്തെടുത്തിരുന്നു. അത് തൻ്റെ മകൻ അറിയാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ടതും ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് അച്ഛനരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അച്ഛനോട് മാപ്പ് പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? നാം നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ടിടരുത്, തെരുവിലും വലിച്ചെറിയരുത്. എന്നാൽ ചിലവർ അങ്ങനെയല്ല, സ്വന്തം മാതാപിതാക്കളെ തെരുവിൽ വലിച്ചെറിയുന്നു, വൃദ്ധസദനത്തിൽ കൊണ്ടിറക്കുന്നു. അരുത്, ഒരിക്കലും അരുത്. വാർദ്ധക്യം എന്നത് ഒരു രോഗമല്ല, അത് ഒരു അവസ്ഥയാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? നബിയുടെ അടുത്ത സ്വഹാബിയാണ്. നമുക്ക് തുടങ്ങാം. മുത്തുനബി ഇല്ലാത്ത ഈ മദീനയിൽ ഇനി എനിക്ക് പാർക്കാനാവില്ല. വഫാത്തിൻ്റെ വ്യതയിൽ മദീന ഒന്നാകെ പെയ്തൊയ്ന നേരം, പ്രകാശം പോയി മറഞ്ഞ രാവിൽ അന്നാരെയും നിദ്ര തഴുകിയെത്തിയില്ല. അവരെങ്ങനെ ഉറങ്ങും? ശ്രവണസുന്ദരമായ ബാങ്കൊലി കേട്ട് പുളകമണിഞ്ഞ പവിത്രമായ മദീന മണ്ണ്. ആ മണ്ണും പെണ്ണും തേങ്ങിപ്പോയ നേരം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് തീരെ താങ്ങാനായില്ല.
മനം നിറയെ കണ്ടും കരളുകുളിരെ കേട്ടും ആവോളം വഴങ്ങിയും പ്രവാചകർക്ക് തിരിച്ചപ്പെട്ട നാള് മുതൽ തിരിശീല വീഴുകയാണല്ലോ. ഇല്ല, മുത്തുനബി ഇല്ലാത്ത ഈ മദീനയിൽ ഇനി എനിക്ക് പാർക്കാനാവുകയില്ല. നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മിയ രാവിൽ യാക്കൂയിൽ പാട്ട് നിർത്തിയ ആ വേളയിൽ ഇനി ഞാൻ ആർക്ക് വേണ്ടി ബാങ്ക് വിളിക്കും? മാനത്ത് അന്തിച്ചോപ്പുമായ നേരം ബിലാൽ റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് യാത്രയായി. ആരോടും ഒന്നും മുരിയാടാതെ നീലരിയാസത്തിന്റെ താഴെ ഹരിതകയത്തിൽ ഈന്തപ്പന ശീതള ചായയിൽ മയങ്ങുന്ന ഹബീബിന്റെ ചാരത്തെത്താൻ ആദ്യം പെരുത്തൊരു രാവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കനവിൽ ഇതെന്തൊരു പിണക്കമാ ബിലാലെ! കനവിൽ നബി ഹബീബു വിരുന്നു വന്ന നേരം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കം കടാക്ഷിച്ചില്ല. പിന്നെ എന്ത് സംഭവിച്ചെന്നോ കൂട്ടുകാരെ? പ്രണയത്തിന്റെ പൂഞ്ചോലയിൽ ഹബീബ് വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സന്തോഷം അല തള്ളി. തിറൗളയുടെ അരികത്ത് ചെന്ന് മണൽത്തിട്ടയിൽ ഉരുണ്ട് കരയുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ രംഗം കണ്ട സഹാബികൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു രണ്ടുപേരും ഓടി വന്ന് ബിലാൽ റളിയല്ലാഹുവിനെ വാരി പുണർന്നു. പുണ്യമദീനയിൽ ഹബീബ് ഉണ്ടായിരുന്ന ആ പുഷ്കലമായ കാലം തിരിച്ചു വന്നതുപോലെ അനുഭവപ്പെട്ടു. ഹസനും ഹുസൈനും വിനയാനിതരായി. അവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഉയിനുമാറാൻ പല തരത്തിലും ശ്രമിച്ചെങ്കിലും മുത്തുനബിയുടെ 2 റോസാപ്പൂക്കള കരളിൻ്റെ തുടിപ്പായ ഫാത്തിമ ബീവിയുടെ 2 റോസാപ്പൂക്കളായ മക്കളാണല്ലോ അവർ. ഇത് ഞാൻ എങ്ങനെ നിരസിക്കും? ഒടുവിൽ അത് സംഭവിച്ചു. മദീനയിലെ കാറ്റലികൾ ആ സ്വരലയങ്ങളെ ഈന്തപ്പന ഓലകളിലേക്കും വീടകങ്ങളിലേക്കും എത്തിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിന്റെ അപരധ്വനി മദീനയിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഹർഷപുളകമായി. ഇനി ഷഹാദത്തിന്റെ വചനങ്ങളാണ് ഉരവിടാനുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ടോടെ മുത്തം തരുന്ന മുഹമ്മദ് എന്ന വാക്കിലേക്ക് തൻ്റെ നാദവിസ്മയത്തെ ചേർക്കുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രജ്ഞയേറ്റ് വീണുപോയി, കരഞ്ഞു. നബിയുടെ വഫാത്തിന് ശേഷം ഇത്രയേറെ കരഞ്ഞ മറ്റൊരു രംഗമുണ്ടാവുകയില്ല. ആ അനർഘ നിമിഷങ്ങളിൽ ആ മദീനയും നനയാൻ, കനവിൽ ഹബീബിനെ ഒന്ന് കാണാൻ വിധി കൂട്ടണേ നാഥാ. ശുഭം. ഇവിടെ നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തിനെ കുറിച്ചുള്ള ചെറിയൊരു കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കിയ കാലം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഗവർണറായി നിയമിച്ചു. ഭരണകാര്യങ്ങൾ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഒരു ദിവസം അവിടുത്തെ ജനങ്ങളെല്ലാവരും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, നൈൽ നദിക്ക് ഒരു പതിവുണ്ട്. എല്ലാ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം, എങ്കിൽ മാത്രമേ അത് ഒഴുകുകയുള്ളൂ. ഇപ്പോൾ അതിനുള്ള സമയമായി. ഇത് കേട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അള്ളാഹു ഇതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇസ്ലാം ഇതൊരിക്കലും അനുവദിക്കുന്നില്ല. പതിവ് ലഭിക്കാതെ വന്നപ്പോൾ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു. ഉടൻ തന്നെ അതിന് മറുപടിയായി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തയക്കുകയും ആ കത്ത് നൈലിൽ ഇടുവാൻ പറയുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രകാരം ജനങ്ങളെല്ലാവരും ആ കത്ത് നൈലിൽ ഇട്ടു. ഉടൻ തന്നെ നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നീട് ഒരിക്കലും നൈൽ നദിയുടെ ഒഴുക്ക് നിന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്തിലെ വാചകം ഇപ്രകാരമായിരുന്നു: മൻ അബ്ദുല്ലാഹി ഉമർ ബിൻ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഇലാ നീൽ മിസ്ർ
أما بعد فإن كنت تجري فلا قبلك فلا تجري وإن كان يجريك فاسألك الواحد القهار أن يجريك. നൈൽ നദിയെ, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, അള്ളാഹു ആണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ വാഹിദും കഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും നൈൽ നദി ഒഴുകാതെ നിന്നിട്ടില്ല. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തിൽപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കലകൾ മാറ്റിയെടുക്കുന്ന ഈ സർഗിലെ വേദിയിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ കഥയുടെ പേരാണ് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാഴ്ച കേൾക്കാൻ അവിടുത്തെ ഓരോ മണത്തേരും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെയാണ്. അന്ന് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുനബി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങി കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നു. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ടൊരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. താങ്കൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വിടൂ, അതതിൻ്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു വരും. അപ്പോൾ മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്? മലമേടൻ ഒന്നാലോചിച്ച ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിന് പകരം ഞാൻ നിന്നെ അറുത്തു കളയും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ മലമേടൻ ആ മാനെ അഴിച്ചു വിട്ടു. മാൻ ഓടി മറഞ്ഞു. മുത്തുനബിയും മലമേടനും കാത്തിരുന്നു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടൻ കടാര കയ്യിലെടുത്തു. നബി തങ്ങളുടെ നേരെ നീങ്ങാനൊരുങ്ങി. പെട്ടെന്നതാ പൊടിപ്പടങ്ങൾ പറത്തി ആ മാൻപേട എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്നു പോയി. ഇതെന്തൊരു അത്ഭുതമാണ്. ഉടനെ അവൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. കൂട്ടരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൊച്ചുകഥ ഇഷ്ടപ്പെട്ടില്ലേ? മുത്തുനബിയുടെ മേൽ സലാത്ത് ചൊല്ലാനും മറക്കല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.